സഞ്ജു വി സാംസൺ ക്യാപ്റ്റൻ, ധോണി മെന്റർ, ബ്രണ്ടൻ മക്കല്ലം കോച്ച്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ലെവൽ വേറെ ലെവലായിരിക്കും. കാര്യം പല ചർച്ചകളിലും ഇപ്പം പറഞ്ഞു വരുന്ന പേരാണ് പുതിയ ചെന്നൈയുടെ കോച്ച് വരുന്നത് ബ്രണ്ടൻ മക്കല്ലം അല്ലെങ്കിൽ ഇയോൺ മോർഗൻ, മൈക്ക് ഹസി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൺഫേം ആണോ എന്ന് ചോദിച്ചാൽ കൺഫേം അല്ല, എങ്കിലും പരക്കെ അങ്ങനെ ഒരു സംസാരമുണ്ട്. മാത്രമല്ല അടുത്ത വർഷത്തെ ഒരു ചെന്നൈയുടെ പുതിയ ഒരു ക്യാപ്റ്റനായിട്ട് നമ്മുടെ സഞ്ജു വി സാംസൺ കൂടെ തിരഞ്ഞെടുക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും ഇതുപോലുള്ള പല വാർത്തകളും വന്നതും പലതും സത്യമായിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും സത്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാര്യം ധോണിക്ക് ശേഷം സഞ്ജു ക്യാപ്റ്റനായി ഒന്ന് കിരീടത്തിലോട്ട് ചെന്നൈ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹൈ വേറെ തന്നെയായിരിക്കും. ധോണിക്ക് സാധിച്ചത് വേറെ ഒരു ക്യാപ്റ്റനും ചെന്നൈയിൽ അത് സാധിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു കപ്പ്, ആ ഒരു നേട്ടം എന്തായാലും സഞ്ജുവിന് സാധിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാര്യം ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഒരുപാട് മികച്ചാണ്. കാര്യം രാജസ്ഥാൻ റോയൽസിൽ പലതും തെളിയിച്ചാണ്. കപ്പ് നേടിയിട്ടില്ലെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം, അതായത് ഷെയ്ൻ ബോൺ ക്യാപ്റ്റനായതിനു ശേഷം രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാണ് സഞ്ജു വി സാംസൺ. ആ ഒരു രീതി വെച്ച് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തീർത്തും അർഹതപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് കൊടുക്കൂലെന്ന് അറിയത്തില്ല. അടുത്ത വർഷം എന്തായാലും കൊടുക്കുമെന്ന് തന്നെയാണ് ആ ഒരു വാർത്തകളിലൊക്കെ വരുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. മാത്രമല്ല കോച്ചായിട്ട് ബ്രണ്ടൻ മക്കല്ലം, മൈക്ക് ഹസി, ഇയോൺ മോർഗൻ അവരുടെ പേരുകൾ വരുന്നു. ഈ കൂട്ടത്തിൽ ബ്രണ്ടൻ മക്കല്ലത്തിന്റെ പേരാണ് കൂടുതൽ വരുന്നത്. കാര്യം അദ്ദേഹം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ശരിക്കും കൂടും എന്നൂടെ പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ സംഭവിക്കട്ടെ. ആഗ്രഹം എന്തായാലും ഉണ്ട്, എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.